നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് വടിവുകളാണ്. എന്താണ് ഈ വടിവുകൾ? ഈ വടിവുകൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഉപയോഗം? വടിവുകൾ എങ്ങനെ പരിശീലിക്കണം? വടിവുകൾ പോലെ മറ്റു മാർഷൽ ആർട്ടുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സോ പ്ലീസ് എൻജോയ്. വടിവ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അന്വേഷിച്ചാൽ ഇത് ഒരു പഴയ തമിഴ് വാക്കാകാനാണ് കൂടുതൽ സാധ്യത. ഇത് ഇന്നത്തെ മലയാളത്തിലും തമിഴിലും ഇതിൻ്റെ അർത്ഥം രൂപം, ആകൃതി എന്നൊക്കെയാണ്. അതായത് ഷേപ്പ്, ഫോം എന്നൊക്കെയാണ്. ഇപ്പം നമ്മുടെ ആധുനിക മലയാളത്തിലും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് നല്ല വടിവത്ത ശരീരം എന്നൊക്കെ പറയാറുണ്ട്. അതായത് നല്ല ഷേപ്പുള്ള ശരീരം, അല്ലെങ്കിൽ നല്ല സ്ട്രക്ചറുള്ള ശരീരം എന്നൊക്കെയാണ്. നമ്മൾ ലോകത്തിലെ മറ്റു മാർഷൽ ആർട്ടുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ട്രക്ചർ, ഷേപ്പ് കോൺസെപ്റ്റുകളൊക്കെ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഇന്റേണൽ മാർഷൽ ആർട്സ് ആയിട്ടാണ്. മാർഷൽ ആർട്സിനെയൊക്കെ നമ്മൾ ചിലപ്പം ഇന്റേണൽ മാർഷൽ ആർട്സ്, എക്സ്റ്റേണൽ മാർഷൽ ആർട്സ് തരംതിരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്റേണൽ സ്കിൽസ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്കിൽസ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ സ്കിൽസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അതിബലം ഉപയോഗിച്ച് ചെയ്യുന്ന ടെക്നിക്കുകളെ, അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലും ഒക്കെ കണ്ടീഷൻ ചെയ്ത് പാറ പോലെ ആക്കുന്നത്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ ടെക്നിക്സുമാണ് എക്സ്റ്റേണൽ ട്രെയിനിങ് അല്ല എക്സ്റ്റേണൽ സ്കിൽസ് ആയിട്ട് പറയുന്നത്. അതേസമയം ഇന്റേണൽ സ്കിൽസ് അല്ല ഇന്റേണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എതിരാളിയുടെ ശക്തി അയാൾക്കെതിരായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു സർട്ടൻ ഒരു സ്ട്രക്ചറിലാക്കിയിട്ട് എതിരാളിയുടെ ആക്രമത്തെ നേരിടുക, അല്ലെങ്കിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്തുകൊണ്ട് ചില ടെക്നിക്കുകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്റേണൽ ട്രെയിനിങ്ങിന് മുൻതൂക്കം കൊടുത്തുള്ള ചില മാർഷൽ ആർട്ടുകളാണ് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന കോൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ്. എല്ലാ മാർഷൽ ആർട്സിലും ഇന്റേണൽ സ്കിൽസും എക്സ്റ്റേണൽ സ്കിൽസും പല തോതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ചൈന, ജപ്പാൻ മുതലായ രാജ്യങ്ങളിൽ ഈ ഇന്റേണൽ സ്കിൽസ് അല്ലെങ്കിൽ ഇന്റേണൽ മാർഷൽ ആർട്സിന് അഡ്വാൻസ് സ്കില്ലായിട്ടാണ് കൂട്ടുന്നത്. ഇപ്പോൾ ഈ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇതിലെ പ്രാക്ടീഷണേഴ്സ് പോയി മിക്സ് മാർഷൽ ആർട്സിൽ പോയി ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഇവർ വേൾഡ് ക്ലാസ് ഫൈറ്റേഴ്സ് ആണെന്നോ ഒന്നും അല്ല പറയുന്നത്. അതിൻ്റെ ആ സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തതിനാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾ, ഇന്റേണൽ സ്കിൽസ് നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പം പവർ ജനറേഷൻ, ഏത് രീതിയിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, അതായത് നമ്മുടെ വടിവുകളും മറ്റും, അല്ലെങ്കിൽ ഈ എനർജി എങ്ങനെ ബോഡിയെ കണക്ട് ചെയ്യും, എങ്ങനെ ഓരോ ജോയിൻസും ഓപ്പൺ ആക്കും, ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്തും എനർജി റിലാക്സേഷനും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഐസൊലേറ്റഡ് ആയിട്ട് റിലാക്സ് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും ഉള്ള സ്കില്ലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇന്റേണൽ സ്കിൽസിനെ അച്ചീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അതിനെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത് സാധാരണ. അപ്പോൾ അതൊരു നല്ലൊരു ഫൈറ്റർ ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ബെറ്റർ ഫൈറ്റർ ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾ ചിലപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കിട്ടും, ചിലപ്പം ഒരു വർഷം എടുക്കും, ചിലപ്പം 25 വർഷം എടുക്കും, ചിലപ്പം ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ലോകത്തുള്ള ഈ ഇന്റേണൽ മാർഷൽ ആർട്സ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുറമേ ഉള്ള ജസ്റ്റ് ഫോംസ് ആയിട്ടങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ തായ്ചിച്ചുവാൻ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ളൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു ചൈനയുടെയൊക്കെ ഒരു യോഗ പോലെയാണ് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 98% ആൾക്കാർക്കും അതിനെ ഒരു മാർഷൽ ആർട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള എയറോബിക് ഫോം പോലെ ഒരു ഹെൽത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷേ വളരെ കുറച്ച് പേര് ഇന്നും അതിനെ അത് ഒരു അപ്ലൈഡ് മാർഷൽ ആർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം അവസ്ഥയാണ് നമ്മൾ കളരിപ്പയറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് വടിവുകളും മറ്റുമൊക്കെ പലരും ചെയ്യുന്നത് ഒരു ഡാൻസ് പോലെ ചെയ്യുകയാണ്. ചിലരത് യോഗയുടെ എനർജി പോസാന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്, ചിലരതിനെ ഭയങ്കര എക്സ്ട്രീം സ്ട്രെച്ചിങ്ങിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മാർഷ്യൽ ആർട്ട് എന്ന രീതിയിൽ ആ വടിവുകളുടെ ഉദ്ദേശം തന്നെ ഇല്ലാണ്ടാക്കി കളയും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇത് അറിയാവുന്ന ഗുരുക്കന്മാർ ഇന്ന് കുറച്ച് പേര് അത് പബ്ലിക്കായിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ കാണിക്കുന്നുമുണ്ട്. അതേസമയം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ടെക്നിക്കുകൾ ചിലപ്പം വർക്ക് ചെയ്യണമെന്നും കൂടെ ഇല്ല. അതിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ വടിവുകളിലുള്ളത്. അതുകൊണ്ടായിരിക്കും അത് വളരെ സീക്രട്ടായിട്ട് തന്നെ പറയുന്നത്. വടക്കൻ കളരികളിലാണ് മെയ്പൈറ്റും
വടിവുകൾക്കും ഒക്കെ പ്രാധാന്യമുള്ളത്. കാരണം അതിൻ്റെ ടെക്നിക്കുകളും ആ രീതിയിലാണ്. ആ വടിവിനെ ബേസ് ചെയ്തുള്ള ടെക്നിക്കുകളിലൂടെയാണ് നമ്മളിപ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു അപ്ലൈഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നതും. ഇപ്പോൾ നമ്മൾ തെക്കൻ കളരികൾ എടുത്തു കഴിഞ്ഞാൽ, അടിമുറ അടിതടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ പല നാടൻ സമ്പ്രദായങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ജനറേഷനൊക്കെ വേറൊരു രീതിയിലാണ്. ഇപ്പം ഇന്ന് നമ്മുടെ കളരികളിൽ 8 വടിവുകളെയാണ് പ്രധാനപ്പെട്ട വടിവുകളായിട്ട് കാണുന്നത്. ഇതിനെ നമ്മൾ അഷ്ടവടിവുകൾ എന്ന് പറയുന്നു. ഈ അഷ്ടവടിവുകളുടെ ലിസ്റ്റ് പല കളരികളിലും പലതായിരിക്കും. ചിലപ്പോൾ ഒരു പേരിൽ തന്നെ 2 വടിവുകൾ അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു വടിവിന് തന്നെ 2 വ്യത്യസ്ത പേരുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെയും ചില ചുവടുകളെയും ഒക്കെ ചിലർ വടിവുകളായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വായ്ത്താരികൾ എടുത്തു നോക്കിയാൽ അതിലൊന്നും തന്നെ ഈ പേരുകളൊന്നും ഉപയോഗിക്കാറില്ല. അതിലെല്ലാം ഇടവടിവ്, വലവടിവ്, താഴ്ചയിൽ അമർന്നു നീങ്ങി, ഒത്തടി അമർന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചില ടെക്നിക്കുകളിൽ ആനപ്പാച്ചിൽ, ആനച്ചടക്കം, പന്നിച്ചടക്കം, പന്നിപ്പാച്ചിൽ എന്നൊക്കെ ഗജവടിവിലും വരാഹവടിവിലും വരുന്ന ടെക്നിക്കുകളെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഇന്ന് ഉപയോഗിക്കുന്ന അഷ്ടവടിവ് എന്നുള്ള ആ പ്രയോഗമൊക്കെ അതൊക്കെ ചിലപ്പം കളരിപ്പയറ്റിൻ്റെ പുനരുദ്ധാരണ കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്തായിരിക്കാം, പക്ഷെ അറിയില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പേരുകളും മറ്റുമൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന പേരുകളും മറ്റും കളരിപ്പയറ്റ് പഠിപ്പിക്കാനും പ്രൊമോട്ട് ചെയ്യാനും വളരെ ഉപകാരമായിട്ട് തോന്നാറുണ്ട്. കളരിപ്പയറ്റിലെ വടിവുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് കൂടുതലും പോസ് അല്ലെങ്കിൽ പോസ്ചർ എന്നാണ്. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, കളരിപ്പയറ്റ് ആദ്യകാലങ്ങളിൽ പഠിക്കാൻ വന്ന വിദേശീയരിൽ കൂടുതലും യോഗ അല്ലെങ്കിൽ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. അപ്പോൾ അവർ യോഗ പോസ്ചർ എന്ന പോലെ കളരിപ്പയറ്റിലെ വടിവുകളെ പോസ്ചർ എന്ന രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇപ്പോൾ വടിവുകൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു പോസ്ചർ അല്ല. വടിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ നമ്മൾ ആ നിലയിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ആ സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതിലെങ്ങനെ പവർ ജനറേറ്റ് ചെയ്യണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത് കൂടുതലൊരു ആ ഒരു സ്ട്രക്ചറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ എടുത്ത് പഠിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വടിവുകൾ പോലുള്ള ഒരു ഇന്റേണൽ ട്രെയിനിങ്ങിൽ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അതിലൊന്നാണ് സിങ്കിങ് അല്ലെങ്കിൽ റിലാക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അപ്പർ ബോഡി ടെൻസ്ഡ് ആണെങ്കിൽ, ഇപ്പൊ നമ്മളെ ആരെങ്കിലും തള്ളിയാൽ നമുക്ക് അധികം റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നമ്മുടെ അപ്പർ ബോഡി റിലാക്സ് ചെയ്ത് നമ്മുടെ വെയിറ്റ് താഴേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നല്ല ഉറപ്പ് വരും. കളരിയുടെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ നാഭിയിലേക്കും പിന്നെ പാദങ്ങളിലേക്കും ഉറപ്പിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റിക്കൽ ലാംഗ്വേജ് ആണ് പഴയ ആൾക്കാർ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിനെ പറയാറുള്ളത്. ഇപ്പൊ ചൈനയിലൊക്കെയാണ് അവർ പറയാൻ ചി സിങ്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയൊരു നമ്മൾ എനർജി താഴേക്ക് മാനസികമായിട്ട് വിടുന്നതായിട്ടൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴിക്ക് പോകും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നെടുവീർപ്പ് സ്ലൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മളെന്താ സംഭവിക്കുന്നത്, നമ്മള് ബ്രീത്ത് വിടുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ ഡ്രോപ്പ് ആവുന്ന ഒരു ഫീലിംഗ് നമ്മളിപ്പോ ശരിക്കും. അപ്പൊ ആ ഒരു ഡ്രോപ്പിംഗ് ഫീലിങ്ങിനെയാണ് ശരിക്കും ഇങ്ങനെ ഈ പ്രാണൻ താഴോട്ട് പോകുന്ന പോലെ, എന്തോന്ന് താഴേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ താഴേക്ക് പോകുന്ന ആ ഫീലിംഗ് വരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അപ്പർ ബോഡിയിലെ ടെൻസ്ഡ് ആയിട്ടുള്ള മസിൽ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമുക്ക് എന്തോ ഇങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ അത് ബ്രീത്തുമായിട്ട് കണക്ട് ചെയ്താണ് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാ മാർഷൽ ആർട്ടും പഠിക്കുന്നത്. ഇപ്പൊ കളരിയിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മൂവ്മെന്റ് ചെയ്യുന്നത് ബ്രീത്ത് എടുത്തുകൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ചൈനീസ് മാർഷൽ ആർട്സിലൊക്കെ കാണും നമ്മളിങ്ങനെ ബ്രീത്ത് വരുന്ന ഇങ്ങനെ. അപ്പൊ ഇത് ആ ബ്രീത്തിന്റെ ഒപ്പം നമ്മുടെ ബോഡിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം, സിങ്ക് ചെയ്യണം, റിലാക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ ശ്വാസം അതിനെ ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ പലരും അത് തെറ്റായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ താഴ്ചയൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഒരു ഓപ്പണിംഗ് ഓരോ മൂവ് കൈ വെച്ചാണ് ചെയ്യുന്നത് പലരും, ഇപ്പൊ പാർക്കിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഒരു മാർഷൽ ആർട്ട് രീതി ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ ബ്രീത്ത് എടുത്തിട്ട് ബോഡി ഒന്ന് ഡ്രോപ്പ് ചെയ്യാം, കൈ താഴോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതായത് ഈ ഷോൾഡറിന്റെ അവിടെ ടെൻഷനും എല്ലാം കുറയുമ്പോഴത്തേക്ക്
ബോഡി താഴോട്ട് പോകുന്നതായിട്ട് തോന്നും. അപ്പം ബേസിക്കലി അങ്ങനെ. അപ്പൊ നമ്മളിപ്പം ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാഭിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ പാദത്തിലേക്കും ഭൂമിയിലേക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കണം. അത് ശരിക്കും ഇപ്പൊ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തളർന്നു പോകുന്നതല്ല, നമ്മൾ ഇന്റേണലായിട്ട് നമ്മുടെ ഉള്ളിലൊരു നമുക്ക് നല്ലൊരു കണക്ഷനും ഒരു മെയ് ഒന്നായിട്ട് തന്നെ ഇരിക്കണം. അതേസമയം നമ്മൾ റിലാക്സ് പറഞ്ഞാൽ ടെൻഷൻ ആകുന്നത്, നമ്മൾ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്ട്രെസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അപ്പർ ബോഡി ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ആ ടെൻസ്ഡ് ഫീലിങ്ങിന് എതിരായിട്ട്, അതായത് നമ്മൾ അതിനെ റിലാക്സ് ചെയ്യുക ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഒരു ഡ്രോപ്പിംഗ് ഫീലിംഗ് വരും. ആ ഡ്രോപ്പിംഗ്, അതായത് ഒരു വെയിറ്റ് ഇപ്പൊ ഒരു ഭാരമുള്ള ഒരു കല്ലോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ ആ ഒരു ഫീലിംഗ്, അതിനെ സിങ്കിങ് എന്ന് അവർ പറയും. അപ്പൊ ആ സിങ്കിങ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ റിലാക്സ് ചെയ്ത് പ്രാണനെ നമ്മുടെ ഭൂമിയിലേക്ക് നയിക്കുകയാണ്. അപ്പൊ അങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി വെയിറ്റ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അതായത് ഒരു ഡെഡ് വെയിറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഉണർന്നിരിക്കുന്ന ആളെ, ടെൻസ്ഡ് ആയിട്ടുള്ള ആളെ നമുക്ക് ഉയർത്താൻ എളുപ്പമാണ്. പക്ഷെ അതേസമയം ഉറങ്ങി കിടക്കുന്ന ആളെ അല്ലെങ്കിൽ ജീവനില്ലാത്ത ബോഡി അത് ഉയർത്താൻ പാടാന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഡെഡ് വെയിറ്റിന്റെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടെൻസ്ഡ് ആണ്. അപ്പൊ ആരെങ്കിലും തള്ളുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എല്ലാം നമ്മുടെ ശരീരത്തിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം ഉള്ള ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് അതിബലവാനായ ഒരാൾ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും. പക്ഷെ എന്തായാലും ആ വ്യക്തിക്ക് പോലും രണ്ട് രീതിയിലും രണ്ട് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ രണ്ടാമത് നമ്മൾ ശരിക്കും സിങ്ക് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മള് മറ്റു വടിവുകളിലും എല്ലാം ചെയ്തത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിംഹോടിയിലൊക്കെ നിൽക്കുവാണെങ്കിലും നമ്മുടെ ഫോഴ്സ് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ വടിവ് ഒരു പ്രത്യേക ഷേപ്പിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഫോഴ്സിനെ നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ സെയിം ടൈം നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുകയും ചെയ്യണം. നമ്മൾ സിങ്ക് ചെയ്തിരിക്കണം. അപ്പർ ബോഡി ടെൻഷൻ ഉണ്ടാകണം. അപ്പർ ബോഡി ടെൻഷൻ ഇല്ലാത്തപ്പോഴാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കാലയോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ മൂവ്മെന്റിലും അതുകൊണ്ടാണ്. നമ്മളിപ്പം കാല് കയറി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആ അപ്പർ ബോഡി റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പം ഇതൊരു സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നമുക്ക് നിലയിൽ നിന്ന് പഠിക്കാം. പക്ഷെ അത് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോ മൂവ്മെന്റിലും നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മുടെ ബോഡി വെയിറ്റ് ശരിക്കും ഡ്രോപ്പ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നല്ല ഉറപ്പ് വരും. അതേ സെയിം സമയം നമുക്ക് നല്ലൊരു വടിവും നല്ല സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനുമാണ്. അതായത് എക്സ്പാൻഷൻ നമ്മൾ വികസിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ വളരെ സട്ടിലായിട്ടുള്ള ഒരു ബോഡി മൂവ്മെന്റ് ആണ്. ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷന്റെ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ മെയ്പാറ്റില് ഇടതെടുത്തതിന് ശേഷം ചാടിക്കെട്ടി ചവിട്ടി വലിക്കാൻ പോകുന്നുള്ള ആ ഭാഗത്ത് ഈ ചാടിക്കെട്ടുന്നത് ഒരു എക്സ്പാൻഷൻ ആണ്. അതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കോൺട്രാക്ട് ചെയ്ത് ഇവിടെ നമ്മൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ആ സിംഹോടിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പാൻഡ് ആവും. ബോഡി നമ്മൾ ചുരുങ്ങുന്നു, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ചുരുങ്ങലും എക്സ്പാൻഷനും. അപ്പൊ നമ്മൾ കെട്ടുമ്പോൾ നമ്മൾ കോൺട്രാക്ട് ചെയ്യണം, ചുരുങ്ങുകയാണ്. എന്നിട്ട് സിംഹോടിയിലേക്ക് വരുമ്പോൾ നിവരുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മളിപ്പം വെറുതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ചെയ്യും. പണ്ട് പരിചയം യുദ്ധത്തിലൊക്കെ ഒരു ക്ലോസ് റേഞ്ചിലൊക്കെ നമുക്ക് പരിചയം കിടിച്ചൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സിംഹോടിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. നമ്മള് ഒരു കളരിയുടെ പരിചയം ഉപയോഗിച്ചുള്ള പണ്ടത്തെ തട്ടുകളും ഇതൊക്കെ ആ രണ്ട് പോരാളികൾ പരിചയം കിടിച്ചു നിൽക്കുന്ന ഒരു ഇതിലൊക്കെ നമ്മളെ ചെറിയ എക്സ്പാൻഷനും മറ്റുമൊക്കെ നമുക്ക് ഒരു യുദ്ധത്തിൽ ഒരു മുൻതൂക്കം കിട്ടും, ഒരു ഗ്യാപ്പ് കിട്ടി അടുത്ത മൂവ്മെന്റ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളിപ്പം പന്തിയിട്ടിരുന്ന് മുട്ട് തൊട്ട് മൊയ്പ്പ് തൊട്ട് ഇതെല്ലാം അതിൻ്റെ ഒരു കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു,
എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പല കളരിയിലെ മേൽപ്പയറ്റിലും നമ്മൾ ചെയ്യുന്ന ഓരോ വന്ദനത്തിലും എല്ലാം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു അപ്ലൈഡ് ഫോമിൽ വരുവാണെങ്കിൽ പെട്ടാനോ ഒരു ഷോർട്ട് റേഞ്ചിലുള്ള പവർ ജനറേറ്റ് ചെയ്യാനോ. മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് അല്ല, ഒരു ബോഡി മൂവ്മെന്റ് ആണ്. ഈ ബോഡി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ പെൽവിക് റീജിയൻ ആണ്. ഈ പെൽവിക് റീജിയൻ മാർഷൽ ആർട്സിലൊക്കെ പലപ്പോഴും പവർ ജനറേഷന് വേണ്ടി വളരെ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ നമ്മളിപ്പോൾ ഒരു എതിരാളിയുടെ ശക്തിയെ ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഇതിനെ മൂവ് ചെയ്യാം. ഒന്ന് അതായത് ആന്റീരിയർ പെൽവിക് ടിൽറ്റ്, അതായത് ടിൽറ്റ് ചെയ്യാറുണ്ട് നമ്മൾ, ടിൽറ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്. അപ്പം നമ്മളിപ്പോൾ ഈ ഗജവടിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ആന്റീരിയർ ടിൽറ്റാണ്. അതായത് നമ്മൾ ഇവിടെ ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അമരുന്നത്. അപ്പൊ ഈ അമർച്ച വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഗജവടിവിനെ പറ്റി കൂടുതൽ ഉള്ള വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്, അതായത് ഇത് പോസ്റ്റീരിയർ ടിൽറ്റ് എന്ന് പറയും, ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പോസ്റ്റീരിയർ ടിൽറ്റ്, ഇത് ആന്റീരിയർ ടിൽറ്റ്. ചില മാർഷൽ ആർട്സിലൊക്കെ ഇതിന്റെ ഈ പെൽവിക് ടിൽറ്റ് പോസ്റ്റീരിയറും ആന്റീരിയർ ആയിട്ട് ടിൽറ്റ് ഉപയോഗിച്ച് പവർ ജനറേറ്റ് ചെയ്യാറുണ്ട്. പവർ ജനറേറ്റ് അല്ലെങ്കിൽ എതിരാളിയുടെ അറ്റാക്കിനെ ന്യൂട്രലൈസ് ചെയ്യാറുണ്ട്. അതായത് ബ്ലോക്ക് ചെയ്യാൻ നേരം അവര് പോസ്റ്റീരിയർ ടിൽറ്റിൽ ബ്ലോക്ക് ചെയ്തിട്ട് പഞ്ച് ചെയ്യാൻ നേരം ആന്റീരിയർ ടിൽറ്റിലേക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ കളരിയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഗജവടിയിലൊക്കെ ഉപയോഗിക്കുന്നത് ആന്റീരിയർ ടിൽറ്റാണ്. അതായത് ഇവിടുന്ന് ടിൽറ്റ് ചെയ്യണം. അപ്പൊ ഈ ചില ആൾക്കാർക്ക് അത് നാച്ചുറലി കിട്ടാറില്ല. അവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെയായിരിക്കും ജന്മന. അപ്പൊ അവർക്ക് ചില എക്സസൈസുകൾ യോഗയിലൊക്കെയുള്ള ചില കാറ്റ് കൗ പൊസിഷൻ പോസ്റ്റ് ആ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു മൂവ്മെന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വടിവിന്റെ പല പൊസിഷനിലും നമ്മൾ ആ ഒരു കുഴിവ്, അതായത് നമ്മൾ പോസ്റ്റീരിയർ ടിൽറ്റ്. പഴയ ഗുരുക്കന്മാരൊക്കെ പറയും ഇവിടെ ഒരു കുഴിവ് പോലെ ഉണ്ടെന്ന് പറയും. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന രീതിയിൽ അവിടെ ഒരു കുഴിവ് ഉണ്ടാകണമെന്ന് പറയും. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രായമുള്ള ഗുരുക്കളുടെ ബാക്കിലൊക്കെ അങ്ങനെ ശരിക്കൊരു കുഴിഞ്ഞായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സ്, നമ്മുടെ ശരീരം ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്. വിരലിന്റെ വിരലിന്റെ ജോയിന്റ് തൊട്ട് റിസ്റ്റ്, എൽബോ, ഷോൾഡർ, എല്ലായിടത്തും കുറെ ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ജോയിന്റ്സ് എല്ലാം ശരിക്കും നമുക്ക് മടക്കാനും പറ്റും, അതേസമയം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാനും പറ്റും. അപ്പൊ ഇതൊരു ട്രെയിനിൽ നിന്ന് വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഈ മസിൽ പിടിച്ചല്ല ഈ ജോയിന്റുകളെ സ്ട്രെയിറ്റ് ആക്കുന്നത്. ഇത് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം അത് സ്ട്രെയിറ്റ് ആക്കാനും മടക്കാനും നമുക്ക് കഴിയും അല്ലെ. ഇപ്പൊ ഈ റിസ്റ്റ് അല്ലെങ്കിൽ എൽബോ ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ ആവശ്യമുള്ളതായിട്ട് നമുക്ക് നാച്ചുറലി പലപ്പോഴും പറ്റാറ്. ഇതല്ലാതെ ഇപ്പൊ ഷോൾഡർ അല്ലാത്ത ചില ജോയിന്റ്സുകൾ, ഇപ്പം ഇവിടെ പെൽവിക് ജോയിന്റ്സ്, ഇതും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം അതിനെ റിലാക്സ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമുക്ക് പറ്റും. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ലൈക്ക് നമ്മളിതാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കൈ മടക്കി അടുത്ത മൂവ്മെന്റിലേക്ക് നമുക്ക് പോകാനും മറ്റൊക്കെ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു വടിവിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര വടങ്ങി ഇരുന്നാലും നമുക്കൊരു ഇന്റേണൽ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഫോഴ്സിനെ നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു വടിവിൽ പ്രത്യേക ഒരു വടിവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വടിവിലേക്ക് ആ ഒരു വടിവ് കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ്ഡ് ആയിരിക്കണം. ജോയിന്റ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മുടക്കുണ്ടെങ്കിലും അത് കണക്റ്റഡ് ആണ്, അപ്പൊ അത് ക്ലോസ്ഡ് ആണ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഫോഴ്സ് ഒറ്റ ഒരു മെയിൻ ഒറ്റ ഒരു കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ആ ഫോഴ്സിനെ നമുക്ക് റീഡയറക്ട് ചെയ്ത് ഭൂമിയിലേക്ക് നയിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കൂടുതലൊരു നമ്മുടെ ഒരു ശാരീരിക അവബോധത്തിന്റെ ഒരു കാര്യമാണ്. നമ്മൾ അവയർനെസ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്, അതായത് ഒരു കെയർലെസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്റ്റഡ് ആയിരിക്കില്ല. അതായത് ചിലരൊക്കെ പഞ്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലവരുടെ കൈ ഉളുക്കുന്നവര് പഞ്ചിങ് ബാഗിലിട്ട് വരുന്ന ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കൈയൊക്കെ ഉളുക്കാറുണ്ട്. കാരണം അവരത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അവയർനെസ് ഇല്ല, ഒരു ശരീര അവബോധം ഇല്ലാതെ പഞ്ച് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങിയിട്ട് കൈക്കൊക്കെ പരിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. പിന്നെ വേറെ രീതിയിലുള്ള ഒരു ഫോഴ്സ് ജനറേഷൻ ആണ് നമ്മുടെ ഈ സ്പൈറലിങ് അല്ലെങ്കിൽ റൊട്ടേഷൻ പവർ.
അപ്പോൾ അത് ഈ റൊട്ടേഷൻ പവർ ഉണ്ടാണെങ്കിൽ തന്നെ അതിന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് നമ്മളൊരു സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ തെക്കൻ കളരികളിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പവർ ജനറേഷൻ കൂടുതലും ഒരു ഹിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കാര്യം നമ്മൾ ഉറപ്പിച്ച് വെച്ച് നമ്മുടെ ഹിപ്പ് തിരിയുമ്പോഴാണ് നമുക്ക് ആ റൊട്ടേറ്റിംഗ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സ്റ്റോപ്പില്ല, അതിനൊരു ഈ ആവശ്യത്തിന് സ്ട്രെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചുവടുറപ്പോട് കൂടി ഇവിടെ ഈ കാല് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ബോഡി ശരിക്കും റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് ആ വെട്ടിന്. അത് സാധാരണ കൂടുതൽ അങ്ങനെയുള്ള ഇത് സ്റ്റാൻഡപ്പ് ഫൈറ്റിംഗ് സ്റ്റൈൽസിലാണ് കൂടുതൽ ഇങ്ങനെയുള്ളൊരു സ്റ്റോപ്പിംഗ് പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതേസമയം അതായത് വടക്കൻ കളരിയിൽ നമ്മളിപ്പോൾ അമർച്ചയിലാണെങ്കിൽ ഈ പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സ്റ്റാൻഡപ്പ് ഹൈ സ്റ്റാൻഡ്സ് ഉള്ള ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് പവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പം ഇങ്ങനെയുള്ള ഇതിന് വടക്കൻ കളരിയിലൊക്കെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ വടിവിലൂടെ ശരീരത്തിൻ്റെ ബലം ഫോഴ്സ് ചെയ്താണ് കൂടുതലും ടെക്നിക്കുകൾ വരുന്നത്. പക്ഷെ ഇന്ന് വടക്കനും തെക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ പല കോൺസെപ്റ്റുകളും മിക്സ് ചെയ്യാറുണ്ട്. ചിലത് എഫക്റ്റീവ് ആയിട്ട് ആകാം, ചിലത് അത്ര എഫക്റ്റീവ് ആകണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള വലിയ കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ ചെറിയ കോൺസെപ്റ്റുകളും ചെറിയ ഡീറ്റെയിൽസിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ബെറ്റർ ആക്കാനും അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൈ വെച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈമുട്ട് താഴോട്ട് ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ കൈമുട്ട് ഇങ്ങനെ മേലോട്ട് ഈ സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് മേലോട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബോഡിയായിട്ട് കണക്ട് ആവില്ല. അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഒരു തള്ളുകയൊക്കെ ചെയ്യും, വണ്ടിയൊക്കെ തള്ളുമ്പോൾ നമ്മൾ ഇങ്ങനെ തള്ളുന്നത്. ഇങ്ങനെ വെച്ച് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കൈമുട്ട് താഴോട്ട് ഇരിക്കുന്നത് തന്നെ ശരിക്കും നമ്മുടെ ഈ ബോഡിയുടെ ബാക്കി ബോഡിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നിങ്ങളുടെ ഗുരുക്കന്മാരിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ഡീറ്റെയിൽസ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ വടിവുകൾ നമ്മൾ ചുമ്മാ ഒരു ഡാൻസ് പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ നല്ലതായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു ഫൈറ്റിംഗ് ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് അത് നമുക്കധികം ഗുണം ചെയ്തില്ല. ഇപ്പം കളരിപ്പയറ്റിന് ഒരു മാർഷൽ ആർട്ട് ഫൈറ്റിംഗ് ആർട്ടായിട്ട് കാണുവാണെങ്കിൽ ഇങ്ങനെയുള്ള വടിവുകളും ഇതിൻ്റെ ഡീറ്റെയിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ മറ്റ് വടിവുകളെ കുറിച്ച് കുറച്ച് പറഞ്ഞിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും പല മാർഷൽ ആർട്സ് പഠിച്ച എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ഡീറ്റെയിലുകളിലാണ് നമുക്ക് അഡ്വാൻസ്ഡ് സ്കിൽസ് ഒളിഞ്ഞിരിക്കുന്നത്. അതായത് മാർഷൽ ആർട്സിന്റെ ഏറ്റവും അഡ്വാൻസ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അവസാനം വന്ന് സീക്രട്ട് പഞ്ചിങ്ങോ ഇതൊന്നുമല്ല. ഇതെല്ലാം ഈ ബേസിക്സിന്റെ റിഫൈൻമെന്റ് ആണ്. അതായത് ബേസിക് മൂവ്മെന്റ് നമ്മൾ ചെയ്യുന്നതിൽ ഉള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കലാണ് ശരിക്കും അഡ്വാൻസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതൊന്നും പലപ്പോഴും കളരികളിൽ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറില്ല. പക്ഷെ അത് പറയാറില്ലാത്തതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞ് ഇതൊരു ഡാൻസായി മാറുന്നത്. അപ്പൊ ഇത് ഒരു മാർഷൽ ആർട്ടായിട്ട് കാണേണ്ടവര് ഇത് ശ്രദ്ധിച്ച് ഇതിനെ കൂടുതൽ റിഫൈൻ ചെയ്യുവാണെങ്കിൽ നല്ല ബെറ്റർ ആക്കാൻ പറ്റും. So thank you for watching. See you all in the next video. Bye.